ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലത്തെ ഒരു ബാമ്പു കൊണ്ടുള്ള ഹാങ്ങിങ് പോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളൊരു മുള തപ്പിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു 2-3 പീസ് അതിൻ്റെ അകത്തുനിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരു ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ ആ മുളയുടെ ലൈൻ വരുന്ന അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നീക്കി വേണം മുറിക്കാൻ. നമുക്ക് അവിടെ ഒരു ഹോൾ ഇടേണ്ടതുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് നീക്കി നമുക്ക് അവിടെ നിന്നൊരു കഷ്ണം മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ക്വയറിലെ പോർഷൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സൈഡും ഇതുപോലെ ഒരു ഹാഫ് വരുന്ന രീതിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മുളയുടെ ആ ഒരു പകുതി ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡ് രണ്ടും കട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ഇനി അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ പതിയെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ആ നീളത്തിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇനിയിപ്പോൾ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഉളിയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ബലമുള്ള കത്തിയൊക്കെ വെച്ചായാലും ഇതുപോലെ ചുറ്റിയൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ പതിയെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വിണ്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ സൈഡ് മൊത്തം ഞാൻ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ അത് വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതും കൂടെ വിടിയിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് ഇറഗുലറായിട്ടിരിക്കുന്ന കുറച്ച് എഡ്ജസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന നാരും കുറച്ച് കാണുന്നതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതുപോലെ ആ 2 പീസ് ഞാൻ ഓക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ കയറ് കടത്തി കെട്ടിയിടേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു 2 സൈഡിൽ വന്ന രീതിക്ക് ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ ഞാനിത് ഡ്രില്ല് വെച്ചാണ് ഹോൾ ഇട്ടത്. അപ്പോൾ ഒരു പീസിൻ്റെ 2 അറ്റത്തും ഇതുപോലെ കയറ് കടത്താൻ പാകത്തിന് ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലും ഞാൻ ചെറിയ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. വെള്ളം നനക്കാൻ നേരം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി കയറ് അതിൻ്റെ അകത്ത് കൂടെ കടത്തിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയറ് കടത്തിയെടുത്തിട്ട് മുകളിലേക്ക് ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് പീസാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ഹാങ് ചെയ്യാനായിട്ട് എത്രയും നീളം ആവശ്യമുണ്ട് അത് നിർത്തിയിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിലൊരു കെട്ടിട്ട് കൊടുക്കുക. അതായത് ആ വെച്ചിരിക്കുന്ന പീസ് താഴത്തേക്ക് കയറിൽ കൂടെ താഴത്തേക്ക് ഊരിപ്പോവാതിരിക്കാനാണ് ആ കെട്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇട്ടേക്കുന്ന ഹോളിൽ കൂടി ആ കെട്ട് പുറത്തേക്ക് പോകാത്ത രീതിക്ക് വലിയ കെട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ ചെയ്തതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പീസ് നമ്മൾ വെച്ചു കഴിഞ്ഞ് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു പീസും കൂടി ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും വെക്കണമെങ്കിൽ വെക്കാം. 3, 4, 5 ഇഷ്ടമുള്ള അത്രയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പുതുതായിട്ടൊരു പീസും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിലത്തേക്ക് വെക്കുന്ന പീസിൻ്റെ അകത്ത് കെട്ടിടുമ്പോൾ കെട്ടിങ്ങനെ ഇട്ടിട്ട് ബാക്കി അടിയിലേക്ക് നമുക്ക് എടുക്കണ്ട, ആ ഉള്ളിൽ തന്നെ കെട്ടിട്ടിട്ട് ബാക്കിയുള്ള കയറ് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെടി നടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മണി പ്ലാന്റാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ചകിരിച്ചോറ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, മണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുള സെലക്ട് ചെയ്യാൻ നേരം പച്ചമുള യൂസ് ചെയ്യാതിരിക്കുക. പച്ചമുള നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങുമ്പോൾ ആ എഡ്ജസൊക്കെ ഇങ്ങനെ ചുളുങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മുള സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.